Welcome to BSc Complementary Electronics for Physics Main students. Today the class number is S3E2 Frequency Response from Decibel System and Frequency Response. Chapter BL Tereja, chapter number 24, and here unit is number 3, Decibel System and Frequency Response. Decibel System we have seen in the previous class, and now we see what is called a frequency response. Frequency response of an amplifier. അപ്പോൾ ഇത് ബി എസ് സി ഫിസിക്സ് മെയിൻകാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ സെമിസ്റ്റർ 3 ക്ലാസ്സാണ്. ചാപ്റ്റർ നമ്പർ 24 ആണ്. അല്ലെങ്കിൽ സിലബസിൽ യൂണിറ്റ് 3 എന്ന് പറയും. BL തെരേജ ടെക്സ്റ്റ് ബുക്ക്. അതായത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിലെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന പാർട്ടാണ് ഇപ്പോൾ പറയുക. So what is frequency response? ഇപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഡെസിബൽ സിസ്റ്റത്തിൻ്റെ ചില ക്വസ്റ്റ്യൻസ് കൂടി അവശേഷിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെസിബൽ സിസ്റ്റം. ഡെസിബൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഡെസിബൽ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതിന് ചില പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ APGP പോലുള്ള സംഖ്യകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ പറയുന്നത്. നമ്പർ 1, എ DB, സ്മോൾ d ക്യാപിറ്റൽ B. എ DB ഈസ് ദി മെഷർ ഓഫ് റേഷ്യോ ആൻഡ് നോട്ട് ആൻ എമൗണ്ട്. അപ്പോൾ DB എപ്പോഴും റേഷ്യോ കാണിക്കുന്നതാണ്, പവർ റേഷ്യോ പവർ ലെവലിനെ കാണിക്കുന്നതാണ്, പവർ ചേഞ്ചിൽ കാണിക്കുന്നതാണ്, അബ്സല്യൂട്ട് വാല്യൂവിനെ കാണിക്കുന്നതല്ല. ഇറ്റ് ഡസ് നോട്ട് മെഷർ ദി ആക്ച്വൽ ഓർ അബ്സല്യൂട്ട് വോൾട്ടേജ് ഓർ പവർ. ആക്ച്വൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് വോൾട്ടേജ് അത് അളക്കുന്നില്ല. ബട്ട് ഉള്ളി ദെയർ ചേഞ്ച് മാത്രം അളക്കുന്നത്, ലെവൽ മാത്രം അളക്കുന്നത്. നമ്പർ 2, ഡെസിബൽ ഈസ് നോൺ ലീനിയർ. ഡെസിബൽ നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിലും കിട്ടത്തില്ല. അതാണ് അർത്ഥം. ഡെസിബൽ ഈസ് നോൺ ലീനിയർ. ദാറ്റ് ഈസ് 20 dB ഈസ് നോട്ട് ടോയ്സ് ആസ് മച്ച് പവർ ഓർ വോൾട്ടേജ് ആസ് 10 dB. A decibel is non-linear. That is 20 dB is not twice ആണ്. Not twice as much or voltage as 10 dB. അപ്പോൾ 10 dB പവറിൻ്റെ നേരെ ഇരട്ടിയാണ് 20 dB പവർ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. കാരണം അബ്സല്യൂട്ടിലേക്ക് മാറ്റുമ്പോൾ വളരെ വലിയ വ്യത്യാസം ഉണ്ടാകും. ഡെസിബൽ പവറാണ്, ലോഗരിതമിക് സ്കെയിലാണ്. ലോഗരിതമിക് സ്കെയിലിൽ ഇപ്പോൾ ലോഗ് 3യുടെ ലോഗ് 3യും ലോഗ് 6 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഇരട്ടിയായിട്ടല്ല വരുന്നത്. വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലോഗരിതമിക് സ്കെയിൽ. അതുകൊണ്ട് ലോഗരിതമിക് സ്കെയിൽ ഈസ് എ നോൺ ലീനിയർ സ്കെയിൽ. അപ്പോൾ 10 dBയുടെ ഇരട്ടിയായിട്ട് നമുക്ക് ഈ 20 dB പറയാനാവില്ല എന്നർത്ഥം. നമ്പർ 3, ദിസ് ലോഗ് ബേസ്ഡ് സിസ്റ്റം allows tremendous change of power ratios to be expressed by only using 2-digit numbers. എത്ര വലിയ പവറാണെങ്കിലും 2 ഡിജിറ്റ് കൊണ്ട് നമുക്ക് ഡെസിബലിൽ ആ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് പറയുകയാണെങ്കിൽ അവിടെ 10 പറയും, 100 പറയും, 1000 പറയും, 5000 പറയും, 10,000 പവർ പറയാറുണ്ട്. AP പറയാറുണ്ട്. AP പറയുമ്പോൾ റേഞ്ച് അങ്ങനെ കൂടിപ്പോവുകയാണ്. 10, 20, 100, 1000, 10,000 അങ്ങനെ വോൾട്ടേജ് കൂടിപ്പോവുകയാണ് ഈ അബ്സല്യൂട്ട് പറയുമ്പോൾ. ഡെസിബിൽ പറഞ്ഞാൽ അങ്ങേയറ്റം 2 ഡിജിറ്റിൽ എത്ര വലിയ പവറും എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ് അർത്ഥം. This log-based system allows a tremendous change of power ratios to be encompassed by means of only 2-digit number. 2 ഡിജിറ്റ് കൊണ്ട് എത്ര വലിയ പവറും നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ 1 dB is equal to, നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ വന്ന കാര്യം ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1 dB is equal to 1.26:1 പവർ റേഷ്യോ ആണ്. But 50 dB,
50 dB 10⁵ ആണ് പവർ റേഷ്യോ. അതാണ് ഈ ഡി ബിയുടെ പ്രത്യേകത. അതായത് ഒരു ഡി ബി വെച്ചാൽ 1.26 എന്ന് പറയാം. 1.26 പവറായിട്ട് അബ്സല്യൂട്ട് പവറായിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ 50 dB ഒന്നിൻ്റെ 50 ഇരട്ടിയാണ് 50 dB. പക്ഷേ 1.26ൻ്റെ 50 ഇരട്ടി അല്ല 10⁵ എന്ന് പറയുന്നത്. അതാണ് ലോഗ് സ്കെയിലിൻ്റെ പ്രത്യേകത, ഡെസിബൽ സ്കെയിലിൻ്റെ പ്രത്യേകത. നാലാമത്തെ പ്രോപ്പർട്ടി, ടോട്ടൽ dB പവർ ഈസ് എ the total power of a cascade amplifier be found. കാസ്കേഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയും. അത് നമ്മൾ ചാപ്റ്റർ 23 പഠിക്കുന്നത്. മൾട്ടി സ്റ്റേജ്, ഒരു സിംഗിൾ സ്റ്റേജ് ഉണ്ട്, 2 സ്റ്റേജ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റേജുള്ള ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ ഒന്നാമത്തിൽ A1 അബ്സല്യൂട്ട് ഗെയിൻ, രണ്ടാമത്തിൽ A2 അബ്സല്യൂട്ട് ഗെയിൻ, മൂന്നാമത്തിൽ A3 അബ്സല്യൂട്ട് ഗെയിൻ, ഓവറോൾ ഗെയിൻ, ടോട്ടൽ ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ അവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അങ്ങനെ വേണ്ട, ഇവിടെ നേരിട്ട് കൂട്ടിയാമെന്ന് പറയാൻ പോവുക. The total dB power of a cascaded amplifier be expressed simply by adding the stage gains. Stage gain ആണ്, stage gain എന്ന് വേണം. Adding the power of stages or stage gains, that is GP is equal to G1 plus G2 plus G3 plus etc. അപ്പോൾ ഓരോ സ്റ്റേജിലും ഡെസിബൽ പവർ ഗെയിൻ, ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസിൻ്റെ പവർ ഓരോന്നിനും G1 G2 G3 ആണെങ്കിൽ അവ സിംപിളി ആഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മെൻഷൻ എ ഫ്യൂ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡെസിബൽ പവർ സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിനകത്തുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഷോർട്ട് ആൻസറാണ് 0 ഡെസിബൽ റെഫറൻസ് ലെവൽ. 0 ഡെസിബൽ റെഫറൻസ് ലെവൽ എന്ന് പറയും. അതെന്താണ് 0 ഡെസിബൽ റെഫറൻസ് ലെവൽ? അത് ഡി ബി എന്നാണ്, DBM എന്നാണ് അതിൻ്റെ സിമ്പിൾ. താഴെയുണ്ട് ഡി സ്മോൾ ലെറ്റർ, ബി ക്യാപിറ്റൽ, എം സ്മോൾ ലെറ്റർ, DB എന്ന് പറയും. 0 ഡെസിബൽ റെഫറൻസ് ലെവൽ. വി നോ GP is 10 log AP, that is 10 log P2 by P1, that P1 is 1 milliwatt. That is, remember, P1 നമുക്ക് 0 എടുക്കാൻ പറ്റത്തില്ല. 0 എടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആയി പോകും ആ റേഷ്യോ. അപ്പോൾ ലെറ്റ് P1 is 1 milliwatt, that is 0.001 watt. Then GP is equal to 10 log PO by 0.001. നമ്മൾ P1 ആണ് അല്ലെങ്കിൽ PI ആണ് കുറഞ്ഞ വാല്യൂ എടുക്കുന്നത്, 0.001, അല്ലെങ്കിൽ 1 milliwatt. മില്ലിവാട്ടിനെ വാട്ടാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. Now, the value of GP obtained is called 0 decibel reference level. അപ്പോൾ നമുക്ക് GP is 10 log AP ആണ്. AP എന്ന് പറഞ്ഞാൽ PO അതുപോലെ കീപ്പ് ചെയ്യുകയും PI 1 milliwatt, അതായത് 0.001 വാട്ടായി കൊടുക്കുകയും ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? GP is 10 log PO by 0.001. ഈ സംഖ്യയെ വിളിക്കുന്ന പേരാണ് 0 റെഫറൻസ് ലെവൽ. Now the value of GP obtained is called 0 decibel reference level, and it is represented as DBM. അതിനെ നമ്മൾ DBM എന്ന് എക്സ്പ്രസ് ചെയ്യും. Now the value of GP
obtained is called a 0 decibel reference level, or it is represented as 1 dBm. 1 dBm is 10 log PO by 0.001. അപ്പോൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ 0 decibel റെഫറൻസ് ലെവൽ ഓർ ഡിഫൈൻ 1 dBm. ഇനി ആണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് കാണുന്നത്. എല്ലാ ആംപ്ലിഫയറിനും നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. എല്ലാ ആംപ്ലിഫയറും വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ആ ഗ്രാഫ് ആദ്യം വരയ്ക്കാൻ പഠിക്കുക. ഈ കാണുന്ന ഗ്രാഫ് ഒരു ഹോറിസോണ്ടൽ പോർഷൻ, പിന്നെ ഇരുവശങ്ങൾ കീഴ്പോട്ട് താഴ്ന്ന AB എന്ന ഗ്രാഫാണ് കേട്ടോ. മുകളിൽ കാണുന്ന ഗ്രാഫ്. താഴെ ഫ്രീക്വൻസി എടുക്കും, പിന്നെ Y ആക്സിൽ നമ്മൾ AV എടുക്കും, വോൾട്ടേജ് ഗെയിൻ എടുക്കും. വോൾട്ടേജ് ഗെയിൻ AV അബ്സല്യൂട്ട് ഗെയിൻ ആണ്, വോൾട്ടേജ് ഗെയിൻ. ഫ്രീക്വൻസി താഴെ X ആക്സിൽ. ആ ഫ്രീക്വൻസിയിൽ 2 പോയിൻറ്റ് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു F1 F2. F1 എന്ന് പറഞ്ഞാൽ Aയുടെ നേരെ കീഴ്പോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന F1. B is marked just below B. F2 is marked. There are two frequencies, F1 and F2. അത് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാൻ പോകണം. കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയും. ഒരു മിഡ് പോർഷൻ, അപ്പോൾ ഒരു മിഡ് പോർഷനുണ്ട്, ഒരു ലോവർ ഫ്രീക്വൻസി പോർഷനുണ്ട്, ഒരു അപ്പർ ഫ്രീക്വൻസി പോർഷനുണ്ടെന്ന് നോക്കുക. ഇതാണ് ഗ്രാഫ്. ഏഴ് നേരെ ഒരു ലൈൻ എടുത്തോട്ട് വലിച്ചിട്ട് അവിടെ 0.707 AV എന്ന് കൊടുക്കും. ഓക്കെ, മാക്സ്. അപ്പോൾ മുകളിൽ ടോപ്പിൽ നിന്ന് വലിച്ചിട്ട് A max എന്ന് കൊടുക്കും. മാക്സിമം വോൾട്ടേജ് ഗെയിൻ മുകളിൽ ആ നടുക്കുള്ള ലൈനാണ് കാണിക്കുന്നത്, ഇടത് വശം AM ഓർ A max. താഴെ എയിലോ ബിയിലോ ഉള്ള വോൾട്ടേജ് ഗെയിൻ കാണിക്കുന്നത് 0.707 ആണ്. 0.707 A max ആണ്. ഈ മിഡ് ഫ്രീക്വൻസിയുടെ നടുക്കുള്ള ഫ്രീക്വൻസിയുടെ ഗെയിനെയാണ് നമ്മൾ A max എന്ന് പറയുന്നത്. A മിഡ് ഫ്രീക്വൻസി എന്ന് പറയും. എയിലും ബിയിലും ആ ഗെയിൻ കുറഞ്ഞ് 0.707. അറിയാലോ ഈ 0.707 എന്താണെന്ന് അറിയാമല്ലോ. അത് 1/√2 ആണ്. എയിൽ അല്ലെങ്കിൽ ബിയിൽ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ ആ മിഡ് ഫ്രീക്വൻസിയിലുള്ള ഗെയിനിൻ്റെ 0.707 ടൈംസാണ്. അപ്പോൾ എന്താണ് ആ ഗ്രാഫ് വരച്ചെങ്കിൽ നമുക്ക് എന്താണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് നോക്കാം. ലെറ്റ് us see what is called ഫ്രീക്വൻസി റെസ്പോൺസ്. ഇത് ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ. ഫ്രീക്വൻസിക്കെതിരെ ഗെയിൻ. ദ ഫ്രീക്വൻസി വേഴ്സസ് ഗെയിൻ കർവ് of an amplifier is called as frequency response. A graph drawn by taking frequency on the x-axis and gain on the y-axis is called frequency response. ഒരു ഗ്രാഫ് വരയ്ക്കണം, ഫ്രീക്വൻസി x-axis ഗെയിൻ y-axis എടുത്ത് വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് സിംപ്ലി എ ഗ്രാഫ്. is called frequency response. While analyzing this curve, the values of frequencies are important. ഈ ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി വാല്യൂസിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം 3 ഫ്രീക്വൻസിയാണ്, 3 കട്ട് ഓഫ് മൂന്ന് ഫ്രീക്വൻസിയാണ് ഇവിടെ കൺസിഡർ. വി കൺസിഡർ 3 ഫ്രീക്വൻസി, 1 മിഡ് ഫ്രീക്വൻസി റേഞ്ച് ബിറ്റ്വീൻ F1 and F2. ആ F1 F2 ഇടയ്ക്കുള്ള ആ റേഞ്ചിനെയാണ് മിഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ 2 ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1. നമ്പർ 2 3 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2. അങ്ങനെ 3 ഫ്രീക്വൻസി. F1 ലോവർ കട്ട് ഓഫ്, F2 അപ്പർ കട്ട് ഓഫ്, ഇൻ ബിറ്റ്വീൻ F1 and F2. ഇൻ ബിറ്റ്വീൻ അതിന് നമ്മൾ മിഡ് ഫ്രീക്വൻസി പറയും. ആ അകലത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും, BW. പടത്തിൽ കാണിച്ചിട്ടുണ്ട് ബാൻഡ് വിഡ്ത്ത്. പടത്തിൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കുക എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്ന്. ഇത് ഗ്രാഫിക്കുണ്ട്, താഴെ ചെയ്തിട്ടുണ്ട്. F1 F2 ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ BW ചെയ്തിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഫ്രീക്വൻസിയുടെ പ്രത്യേകത എന്ന് നോക്കാം. യു സീ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീക്വൻസീസ്. ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആർ ദോസ് ഫ്രീക്വൻസീസ് അറ്റ് വിച്ച്
the voltage gain of the amplifier decreases by 0.707 times. നമ്മുടെ ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് താഴെ മിഡ് ഫ്രീക്വൻസിയിൽ എന്ത് ഗെയിനുണ്ട് ആ ഗെയിനിൻ്റെ 0.707 ടൈംസ് ആയിട്ട് താഴുന്ന പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ്. അതുകൊണ്ടാണ് നമ്മൾ ആ എയുടെയും ബിയുടെയും നേരെയുള്ള ഫ്രീക്വൻസിക്ക് നേരെ 0.707 ടൈംസ് എ മാക്സ് എന്ന് കൊടുത്തത്, മിഡ് ഫ്രീക്വൻസി ഗെയിൻ എന്ന് കൊടുത്തത്. മിഡ് ഫ്രീക്വൻസിയിലാണ് മാക്സിമം ഗെയിൻ ഉള്ളത്. ബാൻഡ് വിഡ്ത്ത് ആ സെൻറ്റൻസ് നോക്കുക. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആർ ദോസ് ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് the voltage gain of the amplifier decreases to 0.707 times the mid-frequency gain, G-I-N gain. In the bandwidth, VW, the frequency difference, F2 minus F1 is delta F. F2 minus F1 is delta F is called BW, bandwidth. Bandwidth, it is also known as pass band. It is also known as pass band. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി 1-2 പോയിന്റ് കൂടി നമുക്ക് പറയാനുണ്ട്. അതൊക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. ഹാഫ് പവർ പോയിന്റ് ഓർ -3 dB പോയിന്റ്. അപ്പോൾ F1 ആണ് നമ്മൾ പറഞ്ഞു, F1 ആണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് F2 is upper cut off frequency. F1 is lower cut off and F2 is upper cut off. These cut off frequencies are called half power points or -3 dB point. ചിത്രത്തിൽ F1-നെ നമ്മൾ ലോവർ കട്ട് ഓഫ് എന്ന് പറഞ്ഞു, F2-നെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ഈ രണ്ട് ഫ്രീക്വൻസി F1 F2 അവയെ വിളിക്കുന്ന മറ്റ് പേരുകളാണ് ഹാഫ് പവർ പോയിന്റ്, ഹാഫ് പവർ പോയിന്റ് അല്ലെങ്കിൽ -3 dB പോയിന്റ്, -3 dB പോയിന്റ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു നോക്കാം നമുക്ക്. ആ ഗ്രാഫ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അവ നോക്കി താഴെ ബാൻഡ് വിഡ്ത്ത് F1 F2, വൈ ആക്സിൽ ഗെയിൻ എ ബി 2 പോയിൻറ്റ്, എക്ക് നേരെ നമ്മൾ 0.707 എ മാക്സ്. പിന്നെ മിഡ് ഫ്രീക്വൻസി മുകളിൽ ടോപ്പ് ലൈനിന് നേരെ ലെഫ്റ്റിൽ എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബി 2 പോയിൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഹാഫ് പവർ പോയിൻറ്റ് അല്ലെങ്കിൽ -3 dB പോയിൻറ്റ്. എന്തുകൊണ്ട് ഈ 2 പോയിൻറ്റ് എ ബി എ നമ്മൾ ഹാഫ് പവർ പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ -3 dB പോയിൻറ്റ്സ് എന്ന് വിളിക്കുന്നു എന്ന് നോക്കാം. ഫിഗർ represents the frequency response of an amplifier in the points A and B of the curve representing lower cut off frequency and upper cut off frequency are called half power points. Because അതിന് കാരണം at A and B പവർ പീസിൽ ഹാഫ് പി മാക്സ്, ആ മിഡ് ഫ്രീക്വൻസിയിൽ എന്ത് പവറുണ്ട് അതിൻ്റെ പകുതിയാണ് എയിലും ബിയിലുള്ള പവർ പീസ് ഹാഫ് മാക്സ്. വേർ പി മാക്സ് ഈസ് ഈക്വൽ ടു പി മിഡ് ഫ്രീക്വൻസി. മിഡ് ഫ്രീക്വൻസിയുടെ പവറിനെ മാക്സിമം പവർ എന്ന് പറയും. അപ്പോൾ എക്കും ബിക്കും നേരെയുള്ള പവർ ഈ പി മാക്സിൻ്റെ പകുതിയാണ്, ഹാഫാണ്. അതുകൊണ്ടാണ് ഹാഫ് പവർ പോയിൻറ്റ്. ലെറ്റ് മാക്സിമം പവർ ഈക്വൽ പി മാക്സ്, ബട്ട് പി മാക്സ് പ്രപ്പോർഷണൽ ബി മാക്സ് സ്ക്വയർ അറ്റ് എ. പവർ എപ്പോഴും വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷനാണ് എന്ന് നമുക്കറിയാം. അറ്റ് പോയിൻറ്റ് ബി ഓൾസോ പവർ പ്രപ്പോർഷണൽ ടു ബി സ്ക്വയർ, ദാറ്റ് ഈസ് പവർ അറ്റ് ബി. When then power gain AP is equal to P2 square by P1 square. P2 square by P1 square. അല്ലെങ്കിൽ PO by PI ആണല്ലോ അതിൻ്റെ സ്ക്വയർ. സോറി, AP is P2 by P1 സ്ക്വയർ ഇല്ല, P2 by P1 സ്ക്വയർ വിട്ടിരിക്കുക കേട്ടോ, പവറിന് സ്ക്വയർ ഇടേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് AP is equal to, അപ്പോൾ എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് AV ആയിട്ട് മാറും. V square by V max square, പവർ പ്രൊപ്പോർഷൻ V സ്ക്വയർ. എന്താണ് ഈ എയിലെ അല്ലെങ്കിൽ ബിയിലെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലെ പവർ? 0.707 എ മാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ബൈ
ബൈ എ എം സ്ക്വയർ എന്ന് കൊടുക്കുക, എ എം സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക്, അതായത് ഈ എ പി പറയുമ്പോൾ ബി സ്ക്വയർ അല്ല, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.707 എ വി ആണ്. അപ്പോൾ എ വിക്ക് ഒരു എം എന്നിട്ടാലും മതി. എ വി സ്ക്വയർ ബൈ എ മാക്സിമം സ്ക്വയർ ബൈ എ എം സ്ക്വയർ അങ്ങനെ കൊടുക്കുക. കാരണം വി പ്രൊപ്പോഷണൽ എ വി ആണ്, വി പ്രൊപ്പോഷണൽ എ വി ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആ വിയുടെ സ്ഥാനത്ത് നമ്മൾ എ കൊടുത്തത് ഫ്രീക്വൻസി കാണിക്കാൻ വേണ്ടി, മാക്സിമം കാണിക്കാൻ വേണ്ടി എ എന്നും താഴെയുള്ളത് ബി മാക്സ് ആണല്ലോ, ആ എ എന്നും കൊടുത്തു. എ വി എന്നുള്ളത് 0.707 എ മാക്സ് ആണ്. എ വി എന്നുള്ളത് 0.707 എ മാക്സ്. വി പ്രപ്പോർഷണൽ ടു എ വി ആയതുകൊണ്ടാണ് ആ വി സ്ക്വയർ ബൈ വി മാക്സ് സ്ക്വയർ എഴുതുമ്പോൾ നമ്മൾ എ മാക്സ് ബൈ എ മാക്സ് സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. 0.707 എ മാക്സ് സ്ക്വയർ ബൈ എ മാക്സ് സ്ക്വയർ. എ മാക്സ് സ്ക്വയർ വെട്ടിപ്പോവും. എ എം സ്ക്വയർ വെട്ടിപ്പോയിട്ട് 0.707 സ്ക്വയർ കിട്ടും. എന്നാലും 0.707 ഞാൻ നേരത്തെ പറഞ്ഞ 1/√2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 1/2 എന്നുണ്ട്, 1/2. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1/2. അപ്പോൾ എ പി ഇസ് 1/2. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തത്? നമ്മൾ എയിലെ ബിയിലെ പവർ കണ്ടപ്പോൾ, എ പി കണ്ടപ്പോൾ നമുക്ക് ആ റേഷ്യോ വരുന്നത് 1/2 ആണ്. അതുകൊണ്ടാണ് എ എം ബിയെ ഹാഫ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കുക അതിൻ്റെ കാൽക്കുലേഷൻ. എ പി എന്ന് പറഞ്ഞാൽ P2/P1 ഓർ PO/PI. ഈ P2 എന്ന് പറഞ്ഞാൽ മിഡ് ഫ്രീക്വൻസിയിലെ ഗെയിൻ ആണ് എടുക്കുന്നത്, പവറാണ് എടുക്കുന്നത്. അത് വി സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. പിന്നെ P2 എന്ന് പറഞ്ഞാൽ ലോവർ കട്ട് ഓഫിൽ അല്ലെങ്കിൽ അപ്പർ കട്ട് ഓഫിൽ പവർ എടുക്കണം പോയിന്റിൽ. അത് സിംപ്ലി പി എ ഓർ ബി എന്ന് പറയാം നമുക്ക്. P2 ആ P2 പ്രപ്പോർഷണൽ അവിടെയുള്ള വി സ്ക്വയർ പ്രപ്പോർഷണലാണ്. എന്നാൽ ഈ മിഡ് ഫ്രീക്വൻസിയിലെ ഗെയിൻ മാക്സിമം, അതുകൊണ്ട് നമ്മളവിടെ ബി മാക്സ് സ്ക്വയർ എന്ന് കൊടുക്കും. വോൾട്ടേജ് ഗെയിന് പ്രപ്പോർഷണലാണ്. കാരണം നമുക്കറിയാലോ എ ഈസിക്കൽ വി ഒ ബൈ വി എ ആണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ സ്ക്വയർ ഇട്ട് കൊടുക്കണ്ടേ. 0.707 എ എം സ്ക്വയർ ബൈ എ എം സ്ക്വയർ എന്ന് എഴുതണം. കാരണം ലോവർ കട്ട് ഓഫിൽ അപ്പർ കട്ട് ഓഫിൽ മാക്സിമം പവറിൻ്റെ 0.707 ടൈംസാണ് പവർ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. അപ്പോൾ എ സ്ക്വയർ വെട്ടിപ്പോയിട്ട് 0.707 സ്ക്വയർ, അത് 0.5 1/2. അപ്പോൾ എയിലെ അല്ലെങ്കിൽ ബിയിലെ പവർ കണ്ടുപിടിച്ചാൽ 1/2. മാക്സിമം പവറിൻ്റെ റേഷ്യോ ആയിട്ട് 1/2 കിട്ടും. So P2/P1 is half. P2 is 1/2 P1. That is, power at A or B is half of the mid-frequency power. Hence A and B are called half power points. ഇനി അതിനെ തന്നെ നമ്മൾ -3 dB പോയിന്റ് എന്ന് പറയും. -3 dB പോയിന്റ് എന്ന് പറയും. എങ്ങനെയാണ് നോക്കുക. A and B half power points are also called -3 dB points. ദിസ് ഈസ് ബിക്കോസ്, എന്തുകൊണ്ട് ഈ ഹാഫ് പവർ പോയിൻറ്റിനെ, ലോവർ കട്ട് ഓഫ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി പോയിൻറ്റുകളെ എന്തുകൊണ്ട് ഹാഫ് പവർ പോയിൻ്റ് എന്ന് വിളിക്കുന്നു? ജി പി ഇസ് 10 log AP. ജി പി ഇസ് 10 log P2 PO/PI. ദാറ്റ് ഇസ് 10 log PO എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പിന്നെ ലോവർ കട്ട് ഓഫിൽ പവർ പി ആയിട്ടും മിഡ് ഫ്രീക്വൻസിയിൽ പവർ പി ആയിട്ടും വിചാരിക്കുക. ദാറ്റ് ഈസ് 0.707 AM സ്ക്വയർ ബൈ എം സ്ക്വയർ. വോൾട്ടേജിൻ്റെ ടൈമിൽ കൊടുക്കുകയാണ്. എം സ്ക്വയർ വെട്ടിപ്പോയിട്ട് 10 log 0.707 സ്ക്വയർ, ദാറ്റ് ഇസ് 10 log 0.5. 0.707 സ്ക്വയർ 0.5 ആണ്. ലോഗ് 0.5 കാണുമ്പോൾ നമുക്ക് -0.3010 എന്ന് കിട്ടും. -0.3010 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3.010 അല്ലെങ്കിൽ -3 dB. അതുകൊണ്ടാണ് ആ പോയിന്റുകളെ നമ്മൾ -3 dB പോയിന്റ് എന്ന് പറയുന്നത്.
That is at cutoff frequencies, the power gain falls by 3 dB. Hence, the cutoff frequencies F1 and F2 are called half power points. ഇപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ പവർ ഗെയിൻ -3 dB ആയിട്ട് കുറയും. അതുകൊണ്ട് ഈ കട്ട് ഓഫ് ഫ്രീക്വൻസികളെ എയും ബി എയും ഹാഫ് പവർ പോയിൻറ്റുകളെ നമുക്ക് -3 dB പോയിൻ്റായിട്ട് പറയാം. ഒരു കാര്യം ഓർത്തിരിക്കണം, F1 ലോവർ കട്ട് ഓഫ്, F2 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈ രണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസികളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹാഫ് പവർ പോയിൻ്റ്, അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരാണ് -3 dB പോയിൻറ്റ്സ്. Question: Explain frequency response and bandwidth. ആദ്യ ഭാഗം. Question number 2. What are half power points? Why they are called -3 dB points? Question number 3. Show that the half power points, at half power points, the power gain falls by 3 dB. half power pointsൽ പവർ ഗെയിൻ 3 dB കണ്ട് താഴ്ന്നു തെളിയിക്കാൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റുകൾ -3 dB പോയിൻ്റാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയുമ്പോൾ അവിടെ താഴ്ചയാണ്, 3 dB പവർ ഫാൾ ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഷോ ദാറ്റ് ഹാഫ് പവർ പോയിൻറ്റ്സ്, അറ്റ് ഹാഫ് പവർ പോയിൻറ്റ്സ് ഇത് പവർ ഗെയിൻ ഫാൾസ് ബൈ 3 dB. മൈനസ് പ്രത്യേകം പറയണ്ട, -3 dB എന്ന് പറഞ്ഞാൽ ഫാളിംഗ് ആണ്. That is solved with your class number E2. Thank you very much.